എല്ലാ പൈസയും അവൾ വാങ്ങിച്ചു. എല്ലാം അവളുടെ പേരിലെ അക്കൗണ്ടിലാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടിരുന്നു. ഒരു പൈസയില്ല. എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ഭർത്താവായി എന്നെ വിളിക്കാൻ നേരമില്ല. ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണും നെറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് എപ്പോ നോക്കിയാലും ഓൺലൈനിലാണ്. അതിന് ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത്. ഞാനവിടെ ഒരു 12 സെന്റ് സ്ഥലവും 2 നില വീടും ഒക്കെ വെച്ച് 10 വർഷമായിട്ട് ഞാൻ ഗൾഫിലാണ്. 10 വർഷവും ഞാൻ എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ അയച്ചുകൊണ്ടിരുന്നത്. എന്റെ വീട്ടില് ടൈൽസിന്റെ വർക്കിന് വന്ന ഒരു പണിക്കാരന് എന്റെ സുഹൃത്തായിട്ടൊക്കെ ആയിട്ട് എന്റെ ഭാര്യ തന്നെ എന്നെ പരിചയപ്പെടുത്തിയതാണ്. പറഞ്ഞത് നല്ല ആളാണ്, കുഴപ്പമില്ല, ഭാര്യയുടെ വീടിനടുത്തുള്ളതാണെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ സുഹൃത്തായിട്ടൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. നാട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ സൂരജ് എന്ന് പറയുന്ന വ്യക്തി സ്ഥിരമായിട്ട് എന്റെ വീട്ടില് രാത്രിയും പകലും മിക്ക സമയത്തും ഉണ്ടാകും. ഞങ്ങളെ രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജ് ആണ്. അപ്പൊ അവൾക്കൊരു കുട്ടിയുണ്ട്. അവൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. എന്റെ മോനായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ഈ സൂരജ് വരുന്ന സമയത്ത് ഇവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകും. പിന്നെ അവിടെ സ്ഥിരം രാത്രിയും പകലും അവൻ അവിടെ തന്നെയാണെന്നാണ് എന്റെ അയൽപക്കത്തുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. കാരണം ഇപ്പോഴാണ് അവരൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 2 മാസമായി അവിടെ വെക്കേഷൻ വന്ന് ഞാൻ നിൽക്കാറുള്ളൂ. ഈ പ്രാവശ്യം ഞാനങ്ങനെ പറയാതാണ് കയറി ചെന്നത്. പക്ഷെ ഇവനോട് പറഞ്ഞ് ഇവനാണ് എയർപോർട്ടിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. ഈ സ്ഥിരമായിട്ട് ഇവൻ ഇവിടെ വരികയും രാത്രിയും പകലും അവളുടെ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു. ഇവൻ പറയുന്നത് ഞാനങ്ങനെ എപ്പോഴും പോകാറില്ല അളിയാ, ഞാൻ വേറെ സ്ഥലത്താണെന്ന് അളിയാളിയാന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവൻ എന്റെ കൂടെ നിന്നിട്ട് എന്നെ പുറകിൽ നിന്ന് ചതിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല.